ലോകത്തിലെ ഏറ്റവും വലിയ ശക്തന്മാരായ സൈനിക ശക്തിയുള്ള രാജ്യം. ആ രാജ്യം ഇന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. ഒന്ന്, ടാരിഫ് അവർ കൂട്ടുന്നു. ബ്രിസ്ക് രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിന് പകരം കറൻസി വരെ ഇറക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ലോക ചരിത്രം അവിചാരിതമല്ല. ദൈവം വെളിപ്പെടുത്തിയതുപോലെ കൃത്യമായി അത് സംഭവിച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായവും 7-ാം അധ്യായവും. ഈ 2 അധ്യായങ്ങളിൽ സാമ്രാജ്യങ്ങൾ ഏതൊക്കെ ഉത്ഭവിക്കുമെന്നും അസ്തമിക്കുമെന്നും മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ അവസാനത്തെ ഭരണകൂടം ഏതെന്നും ഒക്കെ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് അവരേതാണ്ട് 70 വർഷം ഭരിക്കുമെന്നും അവരെ തകർത്തുകൊണ്ട് പേർഷ്യൻ സാമ്രാജ്യം, മേദ്യരുടെയും പേർഷ്യരുടെയും, ഇന്നത്തെ ഇറാനും കുർദുകളും അവരുടെ ഭരണം കടന്നു വരുമെന്നും അത് കഴിയുമ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം വരുമെന്നും അലക്സാണ്ടറിന്റെ മക്കൾക്ക് രാജ്യം പോകില്ല, അലക്സാണ്ടറിന്റെ രാജ്യം 4ആയിട്ട് കീറിമുറിക്കുമെന്നും അവസാനം 4ാമതൊരു സാമ്രാജ്യം വരും, ഇരുമ്പ് പോലെ ബലമുള്ളൊരു രാജ്യം, അത് റോമൻ സാമ്രാജ്യമാണ്. കൃത്യമായി ബൈബിൾ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. വേദപുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് അതിൽ കാണുന്ന പ്രവചന വിഷയങ്ങൾ. ബൈബിള് ഏതാണ്ട് 66 ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണെങ്കിലും അതിൽ 18 ഗ്രന്ഥങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ബൈബിളിൽ അനേക വിഷയങ്ങൾ ദൈവം കൈകാര്യം ചെയ്യുന്നെങ്കിലും ദൈവത്തിന് മാനവരാശിയോട് ഭാവിയെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായി പറയുവാൻ മനസ്സിൽ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു. കാരണം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെന്നും ജിജ്ഞാസാകുലനാണ്. നാളെ എന്ത് നടക്കുമെന്നറിയാൻ അവൻ കൊതിക്കുന്നു. അതുകൊണ്ടാണ് ജ്യോതിഷക്കാരുടെ അടുക്കലും കൈനോട്ടക്കാരുടെ അടുക്കലും ക്രിസ്റ്റൽ ഗേസേഴ്സിൻ്റെ അടുക്കലും ഭാവിയെക്കുറിച്ച് പറയുന്നവരുടെ അടുക്കൽ മനുഷ്യൻ എന്ത് പണവും കൊടുത്ത് അവരുടെ ഭാവി അറിയുവാൻ തക്കവണ്ണം അവർ വെമ്പൽ കൊള്ളുന്നത്. അവർ പറയുന്നതെല്ലാം ഒരിക്കലും ശരിയാകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ തീർത്ത് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം മുമ്പ് കൂട്ടി ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയതാണ് ബൈബിളിൻ്റെ പ്രവചന വിഷയങ്ങൾ. ഞാൻ ഓർപ്പിച്ചല്ലോ, 18 ഗ്രന്ഥങ്ങൾ. ഈ 66 ഗ്രന്ഥങ്ങളിൽ 18 ഗ്രന്ഥങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ്. ഈ 18 ഗ്രന്ഥങ്ങളിൽ മാത്രം പ്രവചനങ്ങൾ ഒതുങ്ങി നിൽക്കുകയല്ല, മറ്റ് വേദഭാഗങ്ങളിലും പ്രവചന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ദൈവം ഈ വേദപുസ്തകം നമുക്ക് പ്രദാനം ചെയ്തപ്പോൾ, ബൈബിള് നൽകിയപ്പോൾ ഏതാണ്ട് 33% പ്രവചന രൂപേണയാണ് രേഖപ്പെടുത്തിയത്. ഞാനൊരു കാര്യം എൻ്റെ പ്രേക്ഷകരോട്, എന്നെ ശ്രദ്ധിക്കുന്നവരോട് ചോദിച്ചു കൊള്ളട്ടെ. ഇത്രയധികം പ്രവചനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വേദപുസ്തകം ദൈവം ക്രമീകരിച്ച് മനുഷ്യൻ്റെ കരങ്ങളിൽ തന്നുവെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഭാവി ജീവിതം അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭാവി എന്തെന്ന് ഗ്രഹിക്കുവാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അതിന് വേദപുസ്തക പ്രവചനങ്ങളിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ അനേക വിഷയങ്ങൾ ഈ പ്രവചന കാര്യങ്ങളുള്ള ബന്ധത്തിൽ പറയുന്നെങ്കിലും ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാലത്തിൻ്റെ അന്ത്യത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാമ്പത്തിക മേഖലയിലെ ചില വിഷയങ്ങളാണ്. ഈ കാലത്ത് ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യുന്ന മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് സാമ്പത്തിക മേഖലയിലെ ഉരുത്തിരിക്കലാണ്. നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തന്മാരായ സൈനിക ശക്തിയുള്ള രാജ്യം. ആ രാജ്യം ഇന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. ഒന്ന്, ടാരിഫ് അവർ കൂട്ടുന്നു. ഇന്ത്യയുടെ മേൽ 50% ടാരിഫ് ചുങ്കം അവർ കൂട്ടി. എന്തെങ്കിലും സാധനം ഇവിടുന്ന് അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അതിന് 50% കൂടെ ടാരിഫ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടി. മാത്രമല്ല H1B വിസ, അങ്ങനെ വിസ കമ്പനികൾ എടുക്കണമെങ്കിൽ അവർക്ക് 1 വർഷം $1,00,000 അതിൻ്റെ ഫീസായിട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ് ഇന്ന് ഈ വിധത്തിൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ബൈബിളിൽ എന്തെങ്കിലും നമുക്കതിൻ്റെ സൂചനകളോ അല്ലെങ്കിൽ അതോടുള്ള ബന്ധത്തിൽ പരിശോധിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഈ വിധത്തിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ മേൽ, ചൈനയുടെ മേൽ, ഇന്ത്യയുടെ മേൽ, റഷ്യയുടെ മേൽ, ഇങ്ങനെ ബ്രസീലിൻ്റെ മേൽ, പല രാജ്യങ്ങളുടെ മേൽ അമേരിക്കൻ ഗവൺമെൻറ് ചുങ്കം ചുമത്തിയപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചു കൂടുന്നത് നമ്മൾ കാണുന്നു.
ഉദാഹരണമായിട്ട് ബ്രിസ്ക് രാജ്യങ്ങൾ, ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് ആരംഭിച്ചതാണ് ബ്രിസ്ക് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന 2009 അവർ ഫോം ചെയ്ത ഒരു സംഘടനയാണ്. അത് സാമ്പത്തികമായി ഒന്നിച്ച് ഒരു സംഘടനയായി അവരുടെ തമ്മിലുള്ള വ്യാപാരത്തിനും തുറന്ന വ്യാപാരത്തിനും ഒക്കെ വേണ്ടി അത് ഉടലെടുത്തതാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു, ബ്രിസ്ക് രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിന് പകരം കറൻസി വരെ ഇറക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഈ പുതിയ കറൻസി ഇറക്കാൻ, ബ്രിക്സ് കറൻസി ഇറക്കുവാൻ അവരനുകൂലമല്ലായിരുന്നു നേരത്തെ. എന്നാൽ ഇപ്പോൾ ഇന്ത്യയോടുള്ള അവരുടെ മനോഭാവം നിമിത്തം ഈ കറൻസി ഇറക്കാൻ ഇന്ത്യയും അനുകൂലമായിരിക്കുന്നതായിട്ട് കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിളിൽ കൃത്യമായി ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. വേദപുസ്തകം ആസ്പദമാക്കി നമ്മളത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ, അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാജ്യമല്ല. അമേരിക്ക എന്ന് പറയുന്നത് ഒരു വൻ രാജ്യമാണ്. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ലോകത്തിൽ അവരെ വെല്ലുവാൻ മറ്റ് രാജ്യങ്ങൾ കുറവാണ്. അത്ര വലിയ സാമ്പത്തിക ശേഷിയും ലോകത്തിലാകമാനം അമേരിക്കൻ ഡോളറാണ് നിയന്ത്രിക്കുന്നത്. ഉദാഹരണമായിട്ട് ഡോളറിൻ്റെ പേര് തന്നെ പെട്രോ ഡോളർ എന്നായിരുന്നു. പെട്രോ ഡോളർ എന്ന് പറയാൻ കാരണം ലോകത്തിൽ ഉള്ള എല്ലാ ഓയിൽ, അതായത് പെട്രോളിൻ്റെ വ്യാപാരം നടക്കുന്നതും ഡോളറിനെ ആസ്പദമാക്കിയായിരുന്നു. അങ്ങനെ അതിനൊരു പേര് കിട്ടി, പെട്രോ ഡോളർ. അതൊക്കെ അവർ ചെയ്ത ക്രമീകരണങ്ങളായിരുന്നു. ലോകരാഷ്ട്രങ്ങൾ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലോക വ്യാപാരത്തിൻ്റെ അതിൻ്റെ നിയന്ത്രണം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലയളവിൽ ഈ ഓയിലുമൊക്കെ ഇന്ത്യൻ റുപ്പീസ് വരെ റഷ്യയിൽ നിന്ന് മേടിക്കുന്നതായിട്ട് വാർത്തകൾ നമ്മൾ കണ്ടു. മറ്റ് കറൻസികൾ അതിനായിട്ട് ഉപയോഗിക്കുന്നു. വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങൾ അവരുടേതായ ഒരു കറൻസി, ഈ അമേരിക്കൻ ഡോളറിനെ വെല്ലുവിളിക്കുന്ന, അതിന് പകരമായിട്ടൊരു കറൻസി കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നതെന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അമേരിക്കയ്ക്ക് ഇത്ര പ്രാധാന്യത ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മൾ പ്രാരംഭമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ പോലെയോ ചൈനയെ പോലെയോ റഷ്യയെ പോലെയോ ഒന്നും ഉള്ള രാജ്യങ്ങളല്ല. അമേരിക്ക എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത്, അമേരിക്കൻ ഐക്യനാടുകൾ കണ്ടുപിടിക്കുന്നത് 1492 കൊളംബസ് ആണ്. കൊളംബസിൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകൾ കപ്പൽ കയറി ആ തുറമുഖം പോയി കണ്ടു. യൂറോപ്പിലുള്ളവർക്കൊരു ചിന്തയുണ്ട്, ഈ ചക്രവാളത്തിനപ്പുറത്ത് സ്ഥലങ്ങളുണ്ടോ, ഈ ചക്രവാളത്തിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു കാലത്ത് അവിടെ പരസ്പരം മനുഷ്യൻ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൻ്റെ മറുപടി കിട്ടുന്നത് 1492 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച ശേഷമാണ്. അമേരിക്ക കണ്ടുപിടിക്കാൻ കൊളംബസ് പോകുമ്പോൾ ഒരു കാര്യം കൂടെ മറക്കരുത്, കൊളംബസിൻ്റെ കൂടെ കപ്പലിൽ കയറിയ അനേകരും യഹൂദന്മാരായിരുന്നു. അവർ ഈ അമേരിക്കൻ ഐക്യനാടുകൾ, അമേരിക്കയുടെ നോർത്ത് അമേരിക്ക, അതായത് ഇന്നത്തെ USA എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ച ശേഷമാണ്. നമ്മൾ ഓർക്കണം, അവിടെ ആരാ പാർത്തിരുന്നത്? അവിടെ പാർത്തിരുന്നത് റെഡ് ഇന്ത്യൻസ് ആണ്. നമ്മൾ പടങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ട്, തലയിൽ തൂവലുകളൊക്കെ വെച്ച റെഡ് ഇന്ത്യൻസ് ആണ് അവിടെ പാർത്തിരുന്നത്. ഇന്നവരെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇന്നത് മുഴുവൻ വെള്ളക്കാരുടെ ഒരു താമസ സ്ഥലമായി മാറി. ലോക രാജ്യങ്ങളുടെ ആളുകൾ അവിടേക്ക് കുടിയേറി. നമ്മൾ ഓർക്കണം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത് കുടിയേറ്റക്കാരെ കൊണ്ടാണ്, ഇമിഗ്രൻസിനെ കൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അതായത് ദൈവമാണ് രാഷ്ട്രങ്ങളെ രൂപീകരിക്കുന്നതും ദൈവത്തിൻ്റെ ഉദ്ദേശം അതോടുള്ള ബന്ധത്തിലുണ്ട്. ഞാൻ 1-2 വേദവാക്യങ്ങൾ വായിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം. എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി ബൈബിള് ഇതൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മളൊന്ന് അപഗ്രഥിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആവർത്തന പുസ്തകം, അതായത് ബൈബിളിലെ 5-ാമത്തെ ഗ്രന്ഥമാണ്. ഈ ആവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. മഹോന്നതൻ ജാതികൾക്ക് അവകാശ വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം
ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. നമ്മളിവിടെ ജാതികൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ നേഷൻസ് എന്നാണ്. വെൻ ഹി സെപ്പറേറ്റഡ് ദ സൺസ് ഓഫ് ആഡം, മറ്റു വിധത്തിൽ പറഞ്ഞാൽ രാഷ്ട്രങ്ങളെ ദൈവം വേർതിരിച്ച്, രാഷ്ട്രങ്ങളെ ദൈവം രാജ്യങ്ങളായി വേർതിരിക്കുമ്പോൾ ആദ്യം ദൈവം വരച്ചത്, നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഇസ്രയേൽ മക്കളുടെ അതിരുകളാണ്. അപ്പം ദൈവത്തിന് ആ രാജ്യത്തോടുള്ള ബന്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ശേഷമാണ് മറ്റ് രാജ്യങ്ങളുടെ അതിരുകൾ വരച്ചതെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം കഴിഞ്ഞ നാളുകളിൽ പല രാജ്യങ്ങളെയും എഴുന്നേൽപ്പിക്കുകയും അസ്തമിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ബൈബിളിലോട്ട് കടന്നു വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ കടന്നു വായിക്കട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച്, സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ദാനിയേലിൻ്റെ പ്രവചനം. ഈ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, ജാതികളുടെ കാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ്. ഏതാണ്ട് ക്രിസ്തുവിന് 600 വർഷം മുമ്പുള്ള ചരിത്രം അവിടെ രേഖപ്പെടുത്തുകയാണ്. അതായത് യഹൂദനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ലോകരാജ്യങ്ങളുടെ ശിരസായിരിക്കും, നിങ്ങൾ തലവനായിരിക്കും, മറ്റ് രാജ്യങ്ങൾ വാലായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ പരാജയം മൂലം ജാതീയ രാജ്യങ്ങളെ ദൈവം ഉയർത്തുകയാണ്. ക്രിസ്തുവിന് 600 വർഷം മുമ്പ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബിലോൺ രാജാവിനെ ഉയർത്തുകയാണ്. സകല രാജ്യങ്ങളെയും അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവിടെ ജാതികളുടെ കാലഘട്ടം തുടങ്ങുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ജാതികളുടെ കാലം തികയുവോളും, ജാതികളുടെ കാലത്തിൻ്റെ ആരംഭം ക്രിസ്തുവിന് 600 വർഷം മുമ്പ്, ജാതികളുടെ കാലം തികയുന്നത് യേശുക്രിസ്തു മടങ്ങി വന്ന് ഈ ജാതികളുടെ ഭരണത്തിന് അവസാനം വരുത്തി ലോകഭരണം കർത്താവ് ഏറ്റെടുത്ത് യഹൂദന് അവൻ്റെ സ്ഥാനം കൊടുക്കുന്ന കാലഘട്ടമാണ്. ആ വിഷയം നമ്മൾ വിടട്ടെ. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ എടുത്തത്. നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ എടുക്കുമ്പോൾ, അത്യുന്നതനായവൻ, അതായത് ദൈവം, മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഞാൻ ബാക്കി ഭാഗങ്ങളൊന്നും വായിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തുവാൻ, നെബൂഖദ്നേസർ രാജാവ്, ഇത്ര വലിയ രാജാവ് 7 വർഷം കാളയെപ്പോലെ പുല്ല് തിന്നുവാൻ അവനെ വിനയപ്പെടുത്തി. എന്താ ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ളത്? അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുന്നു, അതിനെ തനിച്ച് ബോധിച്ചവർക്ക് കൊടുക്കുന്നു. റോമലേഖനം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിച്ചു, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല, ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടു. നമുക്കൊരു പക്ഷേ BJP ഗവൺമെൻറ് ഇന്ന് ഭരിക്കുന്നു, ഇഷ്ടമല്ലായിരിക്കാം. നാളെ ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ ഭരിക്കും, ഇഷ്ടമല്ലായിരിക്കാം. പിന്നീട് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കും, ഇഷ്ടമല്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിലുണ്ട്. ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശങ്ങൾ നിവർത്തിച്ചെടുക്കുവാൻ ദൈവം കാര്യങ്ങൾ മുന്നോട്ട് നടത്തുന്നതിൻ്റെ ഭാഗമാണ് ആര് ഭരിക്കണം, ആര് ഭരിക്കേണ്ട, ആരാണ് ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൽ ഇരിക്കേണ്ടതെന്നൊക്കെ നിശ്ചയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇവിടെ നമ്മൾ വായിച്ചത് കണ്ടോ, അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയാണ്. സ്വർഗത്തിലെ ദൈവമാണ് ആ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നതും ഭരണകൂടങ്ങളെ മാറ്റുന്നതും എന്ന്. അതുപോലെ റോമർ ലേഖനം 13-1 നമ്മൾ വായിക്കുന്നു, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല, ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് എടുക്കുവാനായിട്ട് സമയമില്ല. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായവും ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായവും എടുത്താൽ നിങ്ങൾക്കറിയാം, അത് സംഭവിക്കുന്നതിന് മുമ്പ് ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് അവരേതാണ്ട് 70 വർഷം ഭരിക്കുമെന്നും അവരെ തകർത്തുകൊണ്ട് പേർഷ്യൻ സാമ്രാജ്യം, മേദ്യരുടെയും പേർഷ്യരുടെയും, ഇന്നത്തെ ഇറാനും കുർദുകളും അവരുടെ ഭരണം കടന്നു വരുമെന്നും അത് കഴിയുമ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം വരുമെന്നും അലക്സാണ്ടറിൻ്റെ മക്കൾക്ക് രാജ്യം പോകില്ല, അലക്സാണ്ടറിൻ്റെ രാജ്യം 4ആയിട്ട് കീറിമുറിക്കുമെന്നും അവസാനം 4ാമതൊരു സാമ്രാജ്യം വരും, ഇരുമ്പ് പോലെ ബലമുള്ളൊരു രാജ്യം, അത് റോമൻ സാമ്രാജ്യമാണ്. കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ലോക ചരിത്രം അവിചാരിതമല്ല. ദൈവം വെളിപ്പെടുത്തിയതുപോലെ കൃത്യമായി അത് സംഭവിച്ചിരിക്കുകയാണ്.
ബാബിലോൺ കഴിഞ്ഞപ്പോൾ മേദ്യപാർശ്വർ വന്നു. മേദ്യപാർശ്വർ വന്നു കഴിഞ്ഞ് അലക്സാണ്ടറിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യം വന്നു. അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തൻ്റെ മക്കൾക്കോ തൻ്റെ ബന്ധുക്കൾക്കോ പോകാതെ നാലായി തൻ്റെ ജനറൽമാർ കീറിയെടുത്തു. അതിൻ്റെ ശേഷം റോമൻ സാമ്രാജ്യം അധികാരത്തിൽ വരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്താണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് ദൈവം വെളിപ്പെടുത്തിയില്ലേ? നിങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായവും ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായവും വായിച്ചു നോക്കുക. ഞാൻ ഈ ഭാഗം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ബൈബിളിൻ്റെ പ്രവചനങ്ങളെ ശരിക്കൊന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് പഠനം ആരംഭിച്ചത്. 1974 യേശുക്രിസ്തുവായിട്ട് എനിക്ക് ബന്ധമുണ്ടാകുന്നത്. അന്നാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഞാനൊരു ദൈവവൈതലായി മാറിയത്. ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലായ ശേഷം ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ചരിത്രമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചരിത്രത്തിൽ ഞാൻ തൽപരനായിരുന്നു പഴയ കാലം തൊട്ട്. ഇത് പഠിക്കണം എന്നാഗ്രഹിച്ചു. ആദ്യകാലങ്ങളിൽ വായിക്കുമ്പോൾ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ ചരിത്രങ്ങളും ഇന്നത്തെ ചരിത്രവും ഇനി വരാനുള്ള ചരിത്രങ്ങളും ദാനിയേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ദൈവം വെളിപ്പെടുത്തിയതുപോലെ കൃത്യമായി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓർത്തതുപോലെ അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ഓരോ സാമ്രാജ്യങ്ങളുണ്ടല്ലോ. അസിറിയൻ എംപയർ, ഈജിപ്ഷ്യൻ എംപയർ, ബാബിലോണിയൻ എംപയർ, ഗ്രീക്ക് എംപയർ, റോമൻ എംപയർ, ഇതൊക്കെ ഉടലെടുത്തത് ദൈവം അനുവദിച്ചിട്ടാണ്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായവും 7-ാം അധ്യായവും അത് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞെങ്കിൽ ദൈവം അനുവദിക്കുന്നതനുസരിച്ചാണ് ഈ സാമ്രാജ്യങ്ങൾ ഉടലെടുത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1492-കളിൽ 1500 എന്ന് പിടിച്ചു. ഏതാണ്ട് ആ കാലയളവിലാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഉടലെടുക്കാനായിട്ട് കുടിയേറ്റം ആരംഭിക്കുന്നത്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉടലെടുത്തത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. നമുക്ക് അവിടെയൊക്കെ ഏതാനും നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം. അതിനു മുമ്പ് എൻ്റെ കേൾവിക്കാരോട് ഞാൻ ഓർപ്പിച്ച് ഒരല്പ മിനിറ്റുകൾ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, ബൈബിള് ഒരു പ്രവചന ഗ്രന്ഥമാണ്. ബൈബിളിൽ ലോകരാജ്യങ്ങളുടെ സംഭവങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ബോധ്യമാകുന്നു: സ്വർഗത്തിലെ ദൈവം ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയാണ്. ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം നിവർത്തിക്കുവാൻ അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കണം. ഈ ലോകഭരണം തൻ്റെ പുത്രൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. ആ കൊടുക്കുവാനായിട്ട് ലോക രാഷ്ട്രങ്ങളുടെ ഗതികൾ നിയന്ത്രിച്ച് ഇതതിൻ്റെ സമാപ്തിയിലേക്ക് വരുന്നുവെന്ന് ഇന്ന് നമ്മൾ നടക്കുന്ന വിഷയങ്ങൾ അപഗ്രഥിക്കുമ്പോൾ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയും. ഈ കർത്താവ് വരുന്നത് എബ്രായലേഖനത്തിൽ വായിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നു. ചരിത്ര സംഭവമാണ്. അവൻ വന്നത് പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. അവനെ കണ്ടപ്പോൾ സ്നാപയോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ പേറി അതിനൊരു പരിഹാരം വരുത്തുവാൻ ദൈവപുത്രൻ ഈ ഭൂമിയിൽ കടന്നു വന്നു. അവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി മരിച്ചു. എന്നാൽ അവൻ സ്വർഗാരോഹണം ചെയ്തു. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ആ ദൈവപുത്രൻ മടങ്ങി വരുന്നു. അവൻ വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്നാൽ അവൻ വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ട നിങ്ങൾ ആ കൂട്ടത്തിലാണോ? നിങ്ങളുടെ ജീവിതം അവന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ, 2000 വർഷം മുമ്പ് ക്രൂശിൽ അവൻ മരിക്കുന്നത് നിങ്ങളുടെ പാപത്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ മകനായി മാറി. അങ്ങനെ നിങ്ങൾ അവൻ്റെ മകനായി മാറിയെങ്കിൽ അവന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടും. ഇല്ലെങ്കിൽ നിങ്ങൾ കൈവിടപ്പെടും. ദൈവം നിങ്ങൾക്ക്
കൃത്യമായ അറിവും ജ്ഞാനവും സുബോധവും നൽകി തൻ്റെ ആത്മാവിനാൽ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. നമ്മൾ ശ്രദ്ധിച്ചത് ഒരു ഭരണകൂടവും അവിചാരിതമായി ലോകത്തിൽ ഉത്ഭവിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ ഭരണകൂടങ്ങളൊക്കെ ഉടലെടുത്തത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, ലോകത്തിലെ സമ്പൽഘടനയിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ളവരും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ളവരും ആയ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യം ഭൂമിയിൽ ഉടലെടുത്തത് നമ്മൾ ഓർക്കണം, അത് കണ്ടുപിടിച്ചത് തന്നെ 1492 കൊളംബസാണ്. അന്ന് വരെ അവിടെ വെള്ളക്കാരില്ല, സായിപ്പന്മാരില്ല. എന്നാൽ കൊളംബസ് അത് കണ്ടുപിടിച്ച ശേഷം 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് ആളുകൾ കുടിയേറുവാൻ ആരംഭിച്ചു. അങ്ങനെ കുടിയേറി അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റ്, അതായത് കിഴക്കേ തീരത്ത്, അമേരിക്കയുടെ അതായത് ന്യൂയോർക്ക്, ന്യൂജേഴ്സി മുതലായ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കിഴക്കേ തീരത്ത് കപ്പലുകൾ അടുത്ത് ഏതാണ്ട് 13 കോളനികൾ അവിടെ സ്ഥാപിച്ചു. നമ്മൾ ഓർക്കണം, അവിടെ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. ഈ 17 കോളനികൾ സ്ഥാപിക്കുന്നത് അമേരിക്കയിൽ ആദ്യം കയറി വരുന്നത് ഈ ഈസ്റ്റേൺ കോസ്റ്റിൽ വരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, പ്യൂരിറ്റൻസ്, ക്വക്കേഴ്സ് എന്നും അവരെ പറയും. പ്യൂരിറ്റൻസ് അല്ലെങ്കിൽ ക്വക്കേഴ്സ്, അവർ വലിയ ദൈവവിശ്വാസികളായിരുന്നു. വിശുദ്ധ ജീവിതത്തിന് വളരെ പ്രാധാന്യത കൊടുത്തവരാണ്. വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് അവരവിടെ കുടിയേറുകയാണ്. ദൈവത്തിൻ്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരുന്നു. ദൈവമാണ് അവർക്ക് പ്രേരണ കൊടുത്തത്. ഏതാണ്ട് 17th സെഞ്ച്വറിയിൽ 17-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 37 ദശലക്ഷം ആളുകൾ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലോട്ട് കുടിയേറുകയാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, കാനഡ ഫ്രഞ്ചുകാരുടെ ഒരു കോളനിയായി. കാനഡയിൽ നിന്ന് അമേരിക്കയുടെ ഏതാണ്ട് മധ്യഭാഗത്തിലോട്ട് ന്യൂ ഓർലീൻസ്, ഒഹായോ, മിസിസിപ്പി മുതലായ സ്ഥലങ്ങളൊക്കെ ഫ്രഞ്ചുകാരുടെ, നിങ്ങൾക്ക് ഇന്നും അറിയാം, ലൂസിയാന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ. അത് കിങ് ലൂയിസിൻ്റെ പേരിലുള്ളതാണ് ലൂസിയാന. അത് ഫ്രഞ്ച് കോളനി, കാത്തലിക് കോളനിയാണ്. തീർന്നില്ല, അമേരിക്കയുടെ തൊട്ടുകിടക്കുന്ന മെക്സിക്കോയിൽ നിന്ന് സ്പാനിഷും മെക്സിക്കോക്കാരും വേറെ ഒരു ഭാഗം കൈവശപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2/3 ഭാഗം കാത്തലിക്സിൻ്റെ കയ്യിലാണ്. നമ്മൾ ഓർക്കണം, യൂറോപ്പ് ബേസിക്കലി കാത്തലിക്സാണ്. എന്നാൽ അമേരിക്കയുടെ നമ്മൾ ഓർത്തതുപോലെ ഈസ്റ്റേൺ കോസ്റ്റിലെ 13 കോളനികളെ ഉള്ളൂ ദൈവവിശ്വാസികളായ പ്യൂരിറ്റൻസ്, പ്രൊട്ടസ്റ്റന്റ് പ്യൂരിറ്റൻസ് കുടിയേറിയിരിക്കുന്നത്. എന്നാൽ ചരിത്രം ഞാൻ ചുരുക്കി പറയട്ടെ, വളരെ ചുരുക്കി ചരിത്രം പറയട്ടെ. ഈ 13 കോളനികളിലുള്ള ദൈവജനത്തിന് ദൈവം അവരെ പ്രത്യേകാല അനുഗ്രഹിച്ചു. അവരെ അമേരിക്കയിലെ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ആ ഇൻഡിപെൻഡൻസിൽ അവർക്ക് ഏതാണ്ട് നിയന്ത്രണം കിട്ടുകയാണ്. ദൈവം അവർക്ക് ജോർജ് വാഷിങ്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അബ്രഹാം ലിങ്കൻ മുതലായ വളരെ ശക്തന്മാരായ ദൈവവിശ്വാസികളായ വളരെ വളരെ സമർത്ഥന്മാരായ ഭരണകർത്താക്കളെ കൊടുത്തതിൻ്റെ ഫലമായി ഈ 13 കോളനികളിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രൊട്ടസ്റ്റൻസുകാരെ നോക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മറുഭാഗങ്ങൾ കൂടെ, അതായത് ഫ്രാൻസ് സാമ്പത്തിക പ്രതിസന്ധിയിലായി, അവർക്ക് അവിടെ പിടിച്ചു വെക്കാൻ കഴിയാതെ വന്നു, അവിടെ ഒക്കെ വിൽക്കാൻ തുടങ്ങി. $15 മില്യൺ ആ കാലത്ത് ലൂസിയാന വിറ്റു. തീർന്നില്ല, മെക്സിക്കോ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അവരുടെ കീഴിലുണ്ടായിരുന്ന അമേരിക്കയുടെ സ്ഥലങ്ങൾ, കാലിഫോർണിയ, ന്യൂ മെക്സിക്കോ ഒക്കെ ഏതാണ്ട് $13 മില്യൺ, ആ കാലത്ത് വലിയ തുകയാണ്, വിറ്റു. അങ്ങനെ അമേരിക്ക മുഴുവൻ ഈ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ആ അധീനതയിൽ നിന്ന് മാറി ഈ അമേരിക്കയുടെ ഈ കിഴക്കേ തീരത്ത് വന്നിറങ്ങിയ വേദപുസ്തകം വിശ്വസിക്കുന്നവരുടെ കീഴിലായി തീർന്നു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മുഴുവൻ. പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ യൂറോപ്പ് ബേസിക്കലി അടിസ്ഥാനപരമായി കാത്തലിക് വിശ്വാസികളാണ്. അവർ ഇസ്രയേലിന് വിരോധമാണ്. അവർ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുവാൻ തൽപരരാണ്. അവർ അറബി രാജ്യങ്ങളെ പ്രീതിപ്പെടുത്തുന്ന രാജ്യങ്ങളാണ്. എന്നാൽ അവർ ഇസ്രയേലിനോട്
നല്ല മനോഭാവമുള്ളവരല്ല. എന്നാൽ ഇസ്രയേല് നമുക്കറിയാം, രണ്ടാം ലോകയുദ്ധ കാലത്ത് അവർ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചു. യൂറോപ്പിൽ അവരെ കൊന്നൊടുക്കി. 90 ലക്ഷം യഹൂദന്മാർ യൂറോപ്പിലുണ്ടായിരുന്നു. അതിൽ 60 ലക്ഷത്തെയും കൊന്നൊടുക്കി, 30 ലക്ഷം ശേഷിച്ചു. യൂറോപ്പ് കൈവിട്ടു. ബ്രിട്ടീഷുകാരും അവരെ കൈവിട്ടു. അവരെ കൈവിട്ടപ്പോൾ അവരെ വാസ്തവത്തിൽ അവരെ പിടിച്ചു നിർത്താൻ ഇടയാക്കിയത് ദൈവം ഒരുക്കിയെടുത്ത അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തേക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു വിചിത്രമായ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ മിസ്രൈമിലെ രാജാവ് ഭയപ്പെടുകയാണ്. കാരണം എബ്രായ സ്ത്രീകൾ പ്രസവിക്കുന്നു, ജനസംഖ്യ വർദ്ധിക്കുന്നു, ആൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ മിസ്രൈമിലെ ഈജിപ്തിൻ്റെ രാജാവ് ചിന്തിച്ചു, ജനസംഖ്യ വർദ്ധിച്ചിട്ട് ഞങ്ങളെ അവർ ഉപദ്രവിക്കും, കൈവശപ്പെടുത്തും. അപ്പോൾ ഈ സൂതികർമ്മികളെ, പ്രസവം എടുക്കുന്ന സ്ത്രീകളെ വിളിച്ചിട്ട് പറഞ്ഞു, സൂതികർമ്മികളോട് പറഞ്ഞു, നിങ്ങൾ എബ്രായ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ കൊന്നുകളയണം, പെൺകുട്ടികളാണ് ജീവിക്കാൻ അനുവദിക്കണം. എന്നാൽ സൂതികർമ്മിണികൾ, നമ്മൾ വായിക്കുന്നു, ദൈവത്തെ ഭയപ്പെട്ടു. പുറപ്പാട് 1-ാം അധ്യായത്തിൽ അത് വായിക്കുന്നു. 15 തൊട്ടുള്ള വാക്യത്തിൽ വായിക്കുന്നു. ഈ സൂതികർമ്മിണികളെ ദൈവം അനുഗ്രഹിച്ചു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവൻ അവർക്ക് കുടുംബ വർധന നൽകി. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞ്, ഒരു ശക്തിയുമില്ല, പ്രതികരിക്കാൻ അതിന് നിവൃത്തിയില്ല. ബലഹീനമായ കൊച്ചു കുഞ്ഞിനെ ഞെക്കിക്കൊല്ലും. ആ കൊല്ലുവാനായിട്ട് ഫറവോൻ ആവശ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മിസ്രൈമിലെ രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ, ഈ സൂതികർമ്മിണികൾ അവരെ കൊല്ലാതെ സൂക്ഷിച്ചു. ഇസ്രയേൽ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യം, നമ്മൾ ഓർക്കണം, ഏതാണ്ട് 10-23 ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ, അറബി രാജ്യങ്ങളുടെ മധ്യത്തിൽ ഒരു പൊട്ടുപോലെ അവർ പിറന്നു വീഴുകയാണ്. 1948 മെയ് മാസം 14-ാം തീയതി ഒരു കുഞ്ഞ് ജനിച്ച പോലെ അവർ ജനിക്കുകയാണ്. ആ സമയത്ത് അവരെ കൊന്നുകളയുവാൻ ചുറ്റുമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചു. ഏതാണ്ട് 6,5 ലക്ഷം ജനങ്ങളെ ഇസ്രയേലിൽ കുടിയേറി ആകെയുള്ളൂ. അവരുടെ ചുറ്റും 15 ലക്ഷം ജനങ്ങൾ ആയുധമെടുത്ത് വളഞ്ഞു അവരെ വകവരുത്താൻ. പക്ഷേ അവർ നിലനിന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സഹായമാണ്. എത്രയോ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. അടുത്ത സമയത്തും നമ്മൾ കണ്ടു, ഇസ്രയേൽ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യുകയാണ്. ഗാസയിലും സിറിയയിലും ലെബനോനിലും യമനിലും ഇറാനിലും ഒക്കെ എന്തുമാത്രം ബോംബുകൾ. ഞാനിരുന്ന് ഈ വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇസ്രയേൽ ഇടുന്ന ബോംബുകളുടെ എണ്ണവും അവരിടുന്ന ഈ വെടിക്കോപ്പുകളുടെ കലവറകളെന്ന് പറഞ്ഞാൽ എന്തുമാത്രമാണെന്ന് ആലോചിച്ചേ. എന്തുകൊണ്ടാണ് അത് എക്സോസ്റ്റഡ് ആകാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും ആയുധമുള്ളത്? അമേരിക്കയിൽ നിന്ന് തുടർമാനമായ ആയുധം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്ലെയിനിലോടും കപ്പലിലോടും ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ബോംബുകളും മിസൈലുകളും ഒക്കെ. വിദഗ്ധന്മാരായ യഹൂദന്മാർ അവർ ഉണ്ടാക്കുക മാത്രമല്ല, അമേരിക്ക അവർക്ക് സപ്ലൈ ചെയ്യുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, അമേരിക്കയെ ദൈവം ഉണ്ടാക്കിയെടുത്തതാണ്. ആ രാജ്യം എന്തിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തു? നോക്കുക, ആ സ്വതന്ത്ര ദൈവം അമേരിക്കയെ അനുഗ്രഹിച്ചതിൻ്റെ കാരണം അവർ ദൈവവിശ്വാസികളായിരുന്നു. They were God fearing people. ദൈവത്തെ അവർ വിശ്വസിക്കുക മാത്രമല്ല, നമ്മൾ വളരെ വ്യക്തമായി അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ലോകത്തിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യ ബ്രിട്ടീഷുകാരെ ഒരു സാധാരണ രാജ്യമായി മാറി. സ്പാനിഷ് എംപയർ ഒരു സാധാരണ രാജ്യമായി മാറി. റഷ്യയിൽ ഒരു കാലത്ത് അവർ ഭക്ഷണത്തിന് വേണ്ടി പോലും അവർ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്രയേലിനോട് വിരോധമായി തീർന്ന പല രാജ്യങ്ങളും അവർ കഷ്ടങ്ങൾ അനുഭവിച്ചപ്പോൾ അമേരിക്കയെ എല്ലാ വിധത്തിലും ദൈവം അനുഗ്രഹിച്ചു. അവർ ദൈവവിശ്വാസികളും അവിടെ കുടിയേറിയ പ്യൂരിറ്റൻസ്
ബൈബിള് വിശ്വസിക്കുന്നവരും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ കേന്ദ്രമാണ് അവരെന്നുള്ളത് മനസ്സിലാക്കിയ ആ രാജ്യത്തെ ദൈവം ക്രമീകരിച്ചു, അനുഗ്രഹിച്ചു. അവർ വലിയ ഒരു പവർഫുൾ കൺട്രി ആയിട്ട് മാറുകയാണ്. എന്നാൽ ഇനിയുള്ള ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അമേരിക്ക ഒരു സാധാരണ രാജ്യമാക്കി.